Hi dear friends, welcome back to EC Handworks. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ ഡിസൈൻ ഞാൻ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈൻ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ആക്ച്വലി ഇത് ചെയ്തത് ഞാൻ വേറൊരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ പാഡഡ് സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ടാണ് ഞാൻ ഈ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് ഒരു വീഡിയോയിലായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പും ബാക്ക് സ്റ്റിച്ചിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആഗ്രഹമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ഭാഗം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം കൂടി ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഡോലിയുടെ ത്രെഡാണ്. ഇത് ആവശ്യത്തിന് ലെങ്ത്തിന് ഞാൻ സൂചിമ കോർത്ത് വെച്ചിട്ടുണ്ട്. 6 സ്ട്രാൻഡ്സും എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ചെയ്യാം. അപ്പോൾ ഇതിന് നടുക്കിൽ ആദ്യം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ സൂചി താഴ്ത്തുനിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇതേ സർക്കിളിൽ തന്നെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് തൊട്ടടുത്തായിട്ട് സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോകാം. ഇനി ചെയ്യേണ്ടത് കുറച്ച് നീക്കിയിട്ട് ഇതേ ഗ്യാപ്പിൽ തന്നെ ഇതേ ഡിസ്റ്റൻസിൽ തന്നെ ഇതേ സർക്കിളിനെ കുറച്ച് നീക്കിയിട്ട് സൂചി താഴ്ത്തുനിന്ന് മുകളിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നേരത്തെ എവിടെയാണോ സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോയത് അവിടെ വീണ്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് സൂചി വീണ്ടും താഴ്ത്തേക്ക് കൊണ്ടുപോകാം. വീണ്ടും ഈ പോയിന്റിൽ നിന്ന് ഈ സ്റ്റിച്ചിന് എന്തോരം ലെങ്ത് ഉണ്ടായിരുന്നോ അതേ ലെങ്ത്തിൽ തന്നെ വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ച് താഴ്ത്തുനിന്ന് മേലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് എവിടെ നിന്നാണോ നേരത്തെ സൂചി മേളിലേക്ക് കൊണ്ടുവന്നത് അതിന് തൊട്ടടുത്തായിട്ട് സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോവാം. ഇങ്ങനെ ചെയ്തു പോയാൽ മതി. ഇത്രയേ ഉള്ളൂ ബാക്ക് സ്റ്റിച്ച്. നമ്മൾ ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ പെറ്റൽസൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പെറ്റലിനെ അതിൻ്റെ ബോർഡർ ലൈനിന് ഈ സർക്കിളിനോട് അടുത്തായിട്ട് ഏതെങ്കിലും ഒരു ലൈനിന് നമ്മൾ സൂചി താഴ്ത്തുന്ന മേളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ ഓരോ സ്റ്റിച്ചിൻ്റെ അതേ സെയിം ഗ്യാപ്പിൽ തന്നെ ഇവിടെയും നമ്മൾ സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് അതേ ഗ്യാപ്പിൽ തന്നെ അതേ ലെങ്ത്തിൽ തന്നെ കുറച്ച് നീക്കിയിട്ട് പെറ്റലിൻ്റെ ബോർഡറിനെ സൂചി താഴത്തിന് മേളിൽ കൊണ്ടുവരാം. ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെയായിട്ട് വീണ്ടും സൂചി താഴ്ത്തുനിന്ന് മുകളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഓരോ സ്റ്റിച്ചിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ഗ്യാപ്പിൽ തന്നെ കുറച്ച് നീക്കിയിട്ട് സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോകാം. പെറ്റലിൻ്റെ ബോർഡറുമായിട്ട് എന്നിട്ട് പെറ്റലിൻ്റെ ബോർഡറിൽ തന്നെ സെയിം ഡിസ്റ്റൻസിൽ തന്നെ കുറച്ച് നീക്കിയിട്ട് സൂചി താഴ്ത്തുനിന്ന് മുകളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട്
തൊട്ട് ബാക്കിൽ എവിടെയാണോ നമ്മൾ സൂചി താഴ്ത്തി കൊണ്ടുപോയത് അവിടെ വീണ്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് സൂചി താഴ്ത്തി കൊണ്ടുപോകാം. എന്നിട്ട് വീണ്ടും പെറ്റലിൻ്റെ ബോർഡറിന് സെയിം ഗ്യാപ്പിൽ തന്നെ ഓരോ സ്റ്റിച്ചിന് എത്രയാണോ ലെങ്ത്ത് അതനുസരിച്ച് അതേ ലെങ്ത്തിൽ തന്നെ പെറ്റലിൻ്റെ ബോർഡറിനായിട്ട് സൂചി മേളിൽ കൊണ്ടുവരാം. വീണ്ടും അതിന് തൊട്ട് ബാക്കിലത്തെ എവിടെയാണോ സ്റ്റിച്ച് അവസാനിച്ചത് അവിടെ സൂചി താഴ്ത്തി കൊണ്ടുപോകാം. പിന്നെ ഇങ്ങനെ ചെയ്തു പോയാൽ മതി. ഇങ്ങനെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഫ്ലവറും ഈ സ്റ്റെമ്മും ഈ ലീവ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ മെയിൻലി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനത്തെ ലുക്കാണ് വരാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ ചെയ്തത്. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുർത്തിയുമൊക്കെ ഇങ്ങനത്തെ ഒരു ലുക്കാണ് ഡിസൈനിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ പാഡഡ് സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബേസായിട്ടാണ് ഈ വീഡിയോയിൽ ഈ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ ഇനി ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.